സംസ്ഥാന വ്യാപകമായി കനത്ത മഴ തുടരുകയാണ്. മധ്യ തെക്കൻ കേരളത്തിൽ മഴക്കെടുതിയും രൂക്ഷമാണ്. നമുക്ക് മുഹമ്മദ് ഷഹീദ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഷഹീദ്, ഗുഡ് മോർണിംഗ്. മഴക്കെടുതി ആ മേഖലയിൽ, മലബാർ, കോഴിക്കോട് മേഖലയിലൊക്കെ ശക്തമാണോ? മോത്തി, ഗുഡ് മോർണിംഗ്. നല്ല മഴയുണ്ട്. പാലക്കാട്, മലപ്പുറം ജില്ലയിൽ യെല്ലോ അലർട്ട്, ഓറഞ്ച് അലർട്ട് ഉണ്ട്. മറ്റു ജില്ലകളിൽ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ് ഉള്ളത്. ശക്തമായ മഴ ഇന്നലെ വൈകുന്നേരം മുതലുണ്ടായിരുന്നു. കോഴിക്കോട് ഇന്നലെ മീഞ്ചന്ത ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ മരങ്ങൾ കടപുഴകി വീണ് വാഹനങ്ങൾക്ക് മുകളിലൊക്കെ വീണ് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇന്നലെ രാത്രിയും സമാനമായ രീതിയിൽ കോഴിക്കോട് നാദാപുരം ഭാഗത്ത് കല്ലാച്ചി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിരവധി വീടുകൾക്ക് മേലെ മരങ്ങൾ വീണതായിട്ടുള്ള വിവരങ്ങൾ അവിടെ നിന്ന് ലഭിക്കുന്നുണ്ട്. പക്ഷേ ആളുകൾക്ക് അപായം അങ്ങനെ അത്തരം അപകടങ്ങൾ ഉണ്ടായിട്ടില്ല. പക്ഷേ വൈദ്യുതി പോസ്റ്റ് ഉൾപ്പെടെയുള്ള പോസ്റ്റ് മേലെ മരങ്ങൾ വീണിട്ടുണ്ട്. വാഹനങ്ങൾക്ക് മേലെ മരങ്ങൾ വീണിട്ട് നിർത്തിയിട്ട വാഹനങ്ങൾക്ക് മേലെ അങ്ങനെ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കോഴിക്കോട് പറമ്പിൽ ബസാർ, കണ്ണാടിക്കൽ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലും മരങ്ങൾ കടപുഴകിയതായുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ശക്തമായ കാറ്റാണ് പ്രതിസന്ധി ഉണ്ടാക്കുന്നത്. ഇപ്പോൾ കണ്ണൂരിൽ വീട്ടിന് മുകളിൽ വീണ ആൾ മരിക്കാനുണ്ടായ സാഹചര്യം, അതേപോലെ ശക്തമായ കാറ്റ് ഈ പ്രദേശത്തും ഇന്നലെ രാത്രിയും ഉണ്ടായിരുന്നു. അങ്ങനെയാണ് പലയിടങ്ങളിൽ വ്യാപകമായി മരങ്ങൾ കടപുഴകി വീണിട്ടുള്ളത്. ചിലയിടങ്ങളിലൊക്കെ വൈദ്യുതി ബന്ധം വിച്ഛേദിപ്പിക്കേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. മഴ ഇപ്പോഴും തുടരുന്നുണ്ട് മലയോര മേഖലകളിലും നഗരങ്ങളിലുമൊക്കെ. മോത്തി, ഈ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടത് കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടോ? അവിടെ നിന്നും ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കേണ്ട ഒരു അവസ്ഥ ഇപ്പോൾ നിലവിലുണ്ടോ? മോത്തി, പ്രത്യേകിച്ചും ഈ കുറ്റ്യാടി ഭാഗത്ത്, നാദാപുരം കുറ്റ്യാടി ഭാഗങ്ങളിൽ, മുക്കം, ഇരുവഴിഞ്ഞിപ്പുഴ, ഇതിൻ്റെ തീരത്തൊക്കെയാണ് ഈ വെള്ളം കയറുന്ന സാഹചര്യം പതിവായി ഉണ്ടാകാറുള്ളത്. പക്ഷേ പുഴയിൽ ആ തരത്തിൽ വലിയ തോതിലുള്ള വെള്ളം പുറത്തേക്ക് ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. പക്ഷേ അത് കരകവിഞ്ഞൊഴുകി ജനങ്ങളുടെ താമസത്തിന് ബുദ്ധിമുട്ടാകുന്ന വീടുകളിലേക്ക് വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. കൂടുതൽ വെള്ളം ഉയരുകയാണെങ്കിൽ മാറേണ്ട സാഹചര്യം. പക്ഷേ നിലവിൽ അത്തരമൊരു സാഹചര്യം ഇല്ല എന്നുള്ളത് തന്നെയാണ്. ഒപ്പം തന്നെയാണ് അണക്കെട്ടിലെ ജലനിരപ്പും അങ്ങനെ അപകടമുള്ള അവസ്ഥയിലേക്ക് ഇപ്പോൾ നിലവിൽ പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ കക്കയം ഡാം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അതിൻ്റെ തീരപ്രദേശത്തിലുള്ള ആളുകൾക്കൊന്നും ആ തരത്തിലുള്ളൊരു ഭീഷണി ഇല്ല എന്നുള്ളതാണ് നിലവിൽ എന്നുള്ളതാണ്. പക്ഷേ മഴ ശക്തമായി തുടരുന്നുണ്ട്. ഇന്നലെ വൈകുന്നേരം മുതൽ, ഇന്നലെ രാവിലെ നല്ല മഴയുണ്ടായിരുന്നു. പിന്നീട് കുറച്ച് മഴ ശമിച്ചു. പിന്നീട് രാത്രി മുതൽ തന്നെ, വൈകുന്നേരം മുതൽ തന്നെ ശക്തമായ മഴ വീണ്ടും തുടരുന്നുണ്ട്. ഇന്നലെ രാത്രിയും മഴയും കാറ്റും ഉണ്ടായിട്ടുണ്ട്. അത് ശക്തമായി തുടരുകയാണെങ്കിൽ കൂടുതൽ ജലത്തിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ടാകും. പക്ഷെ നിലവിൽ അത്തരത്തിലുള്ള സാഹചര്യങ്ങളില്ല എന്നുള്ളതാണ്. ശരി, സുരക്ഷിതനായിരിക്കും. ശ്യാം പ്രസാദ് ഉത്തമൻ കൂടി നമുക്കൊപ്പം ചേരുന്നു. ശ്യാം, കൊച്ചിയിലും പരിസര പ്രദേശത്തുമൊക്കെ മഴ എങ്ങനെയുണ്ട്? ഇന്ന് ആ ജില്ലയ്ക്ക് അവധിയുമാണല്ലേ? മോത്തി, മധ്യ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ന് കോട്ടയം ജില്ലയ്ക്കും അതോടൊപ്പം തന്നെ എറണാകുളം ജില്ലയ്ക്കുമാണ് കളക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഈ രണ്ട് ജില്ലകളിലും അവധിയാണ്. ഇന്നലെ ശക്തമായ കാറ്റും മഴയുമായിരുന്നു കോട്ടയം ജില്ലയിൽ അനുഭവപ്പെട്ടത്. ഈ ശക്തമായ കാറ്റിനെ തുടർന്ന് പലയിടത്തും മരങ്ങൾ കടപുഴകി വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായി. വാഹനങ്ങളുടെ മുകളിലേക്ക് മരങ്ങൾ വീഴുന്ന സാഹചര്യം ഉണ്ടായി. ഇന്നലെ വൈക്കം റോഡ് റെയിൽവേ സ്റ്റേഷന് സമീപത്ത് ഈ വാഹനങ്ങൾക്ക് മുകളിലേക്ക് മരങ്ങൾ വീണ് വാഹനത്തിനും മറ്റുമൊക്കെ കേടുപാടുണ്ടായി. തീരദേശ മേഖലകളിലടക്കം വീടുകളിലും മറ്റുമൊക്കെ മരങ്ങൾ വീണിട്ടുണ്ട്. നിരവധിയായിട്ടുള്ള പോസ്റ്റുകളും മറ്റുമൊക്കെ ഒടിഞ്ഞു വീഴുന്ന സാഹചര്യം ഉണ്ടായി. ഇപ്പോഴും വൈദ്യുതി പൂർണ്ണമായിട്ടും പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത പല സ്ഥലങ്ങളുമുണ്ട്. അതോടൊപ്പം തന്നെ എറണാകുളം ജില്ലയിലേക്ക് വന്നാലും ഈ മലയോര മേഖലകളിലടക്കം ശക്തമായ മഴ ഇപ്പോഴും നിന്ന് പെയ്യുകയാണ്. നിലവിലിപ്പോൾ കൊച്ചിയിലെ നഗരത്തിൽ വലിയ കാര്യമായ രീതിയിൽ വെള്ളക്കെട്ടില്ല. ഇന്നലെ രാത്രി വലിയ കാര്യമായ രീതിയിൽ മഴയും ശക്തമായ രീതിയിൽ പെയ്തിട്ടില്ല നഗരത്തിൽ. പക്ഷേ നഗരത്തിന് പുറത്ത് മലയോര മേഖലകളിലടക്കം വലിയ തോതിൽ തന്നെ മഴ പെയ്യുകയാണ്. പെരിയാറും മറ്റുമൊക്കെ ശക്തമായ രീതിയിലുള്ള നീരൊഴുക്കാണ് അനുഭവപ്പെടുന്നത്. എറണാകുളം ജില്ലയിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണ്. പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾക്കാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. പ്രധാനമായിട്ടും മണിക്കൂറിൽ 50 കിലോമീറ്റർ മുതൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിൻ്റെ സാധ്യതയും അതിനോടൊപ്പം തന്നെ മഴയും ഉള്ളതിനാൽ വലിയ തോതിലുള്ള അപകടങ്ങൾക്ക് സാധ്യതയുണ്ട്. അതിനാൽ തന്നെ ജാഗ്രത പാലിക്കണം എന്ന നിർദ്ദേശം തന്നെയാണ് ജില്ലാ ഭരണകൂടവും മുന്നോട്ട് വച്ചിട്ടുള്ളത്. ശരി, ശ്യാം പ്രസാദ് ഉത്തമനാണ് വിവരങ്ങൾ നൽകിയത്. നല്ല ദിവസം ആശംസിക്കുന്നു. ഒപ്പം സുരക്ഷിതനായിട്ടിരിക്കൂ. ജെയിൻ എസ് രാജു കൂടി ഇടുക്കിയിൽ നിന്നും വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ജെയിൻ, ഗുഡ് മോർണിംഗ്. ഇടുക്കിയിൽ മഴ രൂക്ഷമായി തന്നെ ഉണ്ടോ? മഴ കെടുതിയുണ്ടോ? ശക്തമായ മഴയ്ക്ക് സാധ്യത എല്ലാ സ്ഥലങ്ങളിലും പറയുന്നുണ്ട്. പ്രത്യേകിച്ചും ഇടുക്കിയുടെ കാര്യത്തിൽ മലയോര മേഖലയായതുകൊണ്ട് തന്നെ ഒരു അതീവ സുരക്ഷയുടെയും ജാഗ്രതയുടെയും കാര്യമുണ്ടല്ലോ.
തീർച്ചയായിട്ടും മോത്തി, ഇന്ന് ജില്ലയിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പായി നൽകിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ രാജാക്കാട് മേഖലയിൽ മാത്രമാണ് അതിശക്തമായ മഴ ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ പീരുമേട് താലൂക്കിലും മഴയുണ്ട്. പക്ഷേ ശക്തമല്ല എന്നുള്ളതാണ് അവിടെ നിന്ന് ലഭ്യമാകുന്ന റിപ്പോർട്ട്. ഡാമുകളുടെ കാര്യത്തിലേക്ക് എത്തിയാൽ, ഡാമുകളുടെ കാര്യത്തിൽ ഇടുക്കി ഡാമിലെ ജലനിരപ്പ് ഉയരുകയാണ്. 2370.40 അടിയാണ് ഇപ്പോൾ ഡാമിലെ ജലനിരപ്പ്. മുൻ വർഷവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏതാണ്ട് ഒരു 6 അടിയിലധികം വെള്ളം കൂടുതലാണ്. നിലവിൽ ഇടുക്കി ഡാമിലെ റൂൾ ലെവൽ എന്ന് പറയുന്നത് 2380 അടിയാണ്. അതായത് ഒരു 10 അടി വെള്ളം കൂടി ഇടുക്കി ഡാമിൽ സംഭരിക്കാൻ കഴിയും. 10 അടി ഉയർന്നാൽ മാത്രമേ ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തേണ്ട ഒരു ഘട്ടത്തിലേക്ക് എത്താൻ സാധ്യതയുള്ളൂ. എന്തായാലും നിലവിൽ അത്തരമൊരു സാഹചര്യത്തിലേക്ക് പോകില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇന്നലെ പൊന്മുടി ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തിയിരുന്നു. അവിടെ ജലനിരപ്പ് പരമാവധി ഡാമിന്റെ സംഭരണ ശേഷിയോട് അടുത്തെത്തിയ സാഹചര്യത്തിലാണ് ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തി വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നത്. അതോടൊപ്പം തന്നെ കല്ലാറുകുട്ടി, അതോടൊപ്പം തന്നെ മലങ്കര ഡാമുകളുടെ ഷട്ടറുകളും തുറന്നിരിക്കുകയാണ്. മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ജില്ലയിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ചില ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മരം വീണും മറ്റും വീടുകൾ തകർന്നിരുന്നു. അത് ഇന്നലെയാണ് സംഭവിച്ചത്. ഇന്നലെ രാത്രി തൊടുപുഴ പുളിയന്മല സംസ്ഥാന പാതയിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. പിന്നീട് രാത്രി തന്നെ ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ മരം മുറിച്ചു നീക്കി അതുവഴിയുള്ള ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. മോത്തി. ശരി ജെയിൻ. ഇനി നമ്മൾ തിരുവനന്തപുരത്തേക്ക് TS ഹരീഷിനുണ്ട് വിവരങ്ങളുമായി. ഹരീഷ, ഗുഡ് മോർണിംഗ്. തിരുവനന്തപുരം ഭാഗത്ത് മഴ എങ്ങനെയാണ്? ശക്തമായി ഇപ്പോൾ പെയ്യുന്നുണ്ടോ? എവിടെയെങ്കിലും മഴ കെടുതികളൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? പുലർച്ചെ വരെ മഴയുണ്ടായിരുന്നു. നഗരത്തിലൊക്കെ മഴ പെയ്തിരുന്നു. ഇന്നലെ രാത്രിയിലും മഴയുണ്ടായിരുന്നു. പ്രാദേശികമായി പറയുകയാണെങ്കിൽ ഈ നെടുമങ്ങാട്, വെമ്പായം ഭാഗങ്ങളിലൊക്കെ ഇന്നലെ മഴ പെയ്തിരുന്നു. ഒപ്പം തന്നെ കാട്ടാക്കട ഭാഗങ്ങളിലൊക്കെ ഇന്നലെ മഴ ലഭിച്ചിരുന്നു. പക്ഷേ ഒരു നാശനഷ്ടങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ അപകട സംഭവങ്ങളോ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇപ്പോൾ മഴ മാറി നിൽക്കുകയാണ്. ഇത് നഗരത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അതായത് മഴ മുന്നറിയിപ്പുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് യെല്ലോ അലർട്ടാണ്. ഒറ്റപ്പെട്ട മഴയ്ക്കുള്ള സാധ്യതയെന്നാണ് പ്രവചനം. പ്രത്യേകിച്ച് മലയോര മേഖലയിൽ തന്നെയായിരിക്കും കൂടുതൽ മഴയ്ക്കുള്ള സാധ്യത. അതുകൊണ്ട് തന്നെ ഈ മണ്ണിടിച്ചിൽ സാധ്യതാ പ്രദേശങ്ങളിലൊക്കെ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നുള്ളൊരു നിർദ്ദേശം ഇപ്പോൾ തന്നെ നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ തീരപ്രദേശത്തുള്ള ശ്രദ്ധയും തുടരണം. പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെ തീരപ്രദേശ മേഖലകളിൽ കടലാക്രമണ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ഈ വലിയതുറ, ശംഖുമുഖം ആ ഭാഗങ്ങളിലും ഒപ്പം തന്നെ അഞ്ചുതെങ്ങ് ഭാഗങ്ങളിലൊക്കെ ഉയർന്ന തിരമാലയ്ക്കുള്ള സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ശ്രദ്ധ വേണമെന്ന് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും മഴ വരും മണിക്കൂറുകളിലും ഉണ്ടാകുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനത്തിൽ പറയുന്നത്.